എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷം ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്കത്തെ വിശേഷത്തിലൊക്കെ നമ്മൾ കണ്ടു. അവസാനം ശ്രുതി നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ്. സ്വന്തം വീട്ടിൽ ചെന്ന് വിമലയോട് കാര്യങ്ങളൊക്കെ പറയാണ്. അവൻ എന്നെ ചതിച്ചു ശ്രുതി, ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. പക്ഷേങ്കിൽ അവൻ എന്നോട് ഇത്രയും കാലം ചെയ്ത വലിയൊരു ചതിയായിരുന്നു. ജോലി ഇല്ലാഞ്ഞിട്ടും ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് കള്ളത്തരം കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞു പറയുന്നുണ്ട് അവിടെ വന്നിട്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വിമലയ്ക്കും ഭയങ്കര സങ്കടമായി. പക്ഷെ വിമല ഉപദേശിക്കുന്നുണ്ട്, മോളെ നീ അതിനേക്കാളും വലിയ തെറ്റ് ചെയ്തിട്ടല്ലേ ഇങ്ങോട്ട് വന്നേന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഈ സമയം ചന്ദ്രമതിയുടെ അടുത്തേക്ക് ഭാമ വരുവാണ്. ചന്ദ്രമതി ആകെപ്പാടെ പേടിച്ചു പറിച്ചിരിക്കുകയാണ്. ശ്രുതി എവിടെ പോയി, ശ്രുതിക്ക് എന്തു പറ്റിയെന്നും അറിയത്തില്ല. പിന്നീട് ഭാമ വന്നിട്ട് പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവള് കോടീശ്വരി പുത്രിയാ. അവളുടെ അച്ഛനെങ്ങാനും വിവരം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ, ഈ കുടുംബം തന്നെ കത്തിച്ച് ശാമ്പലാക്കും. അതൊക്കെ അറിയാഞ്ഞിട്ടാണോ ചന്ദ്രൻ നീയും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടല്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഭാമേ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതെല്ലാം കാരണക്കാരൻ ആരെന്നറിയോ, ആ സച്ചിയാ. സച്ചി ഒറ്റ ഒരുത്ത കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. നീ എന്തിനാ സച്ചിനെ കുറ്റം പറയണേ, നിന്റെ മോൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. സുധി നേരാമണ്ണം ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ തന്നെ സുധി ആദ്യം കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഒളിച്ചോടി, പിന്നീട് കുറച്ച് പൈസ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. ഇപ്പോഴാണ്ടേ ഈ പ്രശ്നം കൂടെ. എത്ര തവണ അവന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണേ. അവന് ജോലിയും കൂലിയും ഉണ്ടെന്നും പറഞ്ഞ് പാർക്കി പോയിരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ. ഇത് കേട്ടപ്പം ചന്ദ്രമതി പറഞ്ഞു, നിനക്കതൊക്കെ പറയാൻ പാമേ, പക്ഷേങ്കിൽ അവൻ ആള് പാവാന്ന് പറയാം. ഇനി പാവത്തം കാണിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇനിയിപ്പോ എവിടെയെങ്കിലും പോയി എത്രയും പെട്ടെന്ന് അന്വേഷിക്കാൻ പറ. ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല വല്ല റെയിൽവേ ട്രാക്കിലൊക്കെ പോയി നോക്കാൻ പറയണം. റെയിൽവേ ട്രാക്കിലോ? എന്തിനാ റെയിൽവേ ട്രാക്കിലൊക്കെ പോന്നേ? അല്ല ഇനിയിപ്പോ അങ്ങനെ വല്ല കടുകയും ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളാ പെട്ടെന്ന് മുറിരണ്ടെന്നുള്ള സ്വഭാവ. ചിലപ്പോൾ ഒറ്റ ബുദ്ധിക്ക് ചിലപ്പോൾ തോന്നാ ബുദ്ധി എന്തെങ്കിലും തോന്നിയാലോ, ജീവൻ എടുക്കാൻ വല്ലതും തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം റെയിൽവേ ട്രാക്കിലേക്കോ അങ്ങനെ മറ്റൊക്കെയല്ലേ ഓടുന്നേ. അപ്പൊ അവിടെയെങ്കിലും ചെന്ന് അന്വേഷിക്കാൻ പറ. അതായിരിക്കും ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം, കണ്ടുപിടിക്കാനായിട്ട് എളുപ്പം അതായിരിക്കും. അല്ലെങ്കിൽ വെൽവേ ബസ് സ്റ്റോപ്പിലോ അങ്ങനെയൊക്കെ കാണുള്ളൂ, ബസ് സ്റ്റേഷനിലോ അങ്ങനെയൊക്കെ പോയി നോക്കാൻ പറ. അല്ലാതെ കാര്യമില്ലെന്ന് പറയണം. ഇത് കേട്ടതും ചന്ദ്രമതി, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്റെ ഭാമേ? നിന്റെ നാവൊന്ന് അടക്കി വെക്കുന്നുണ്ടോ? മനുഷ്യ ഇവിടെ ഒരു സമാധാനം ഇല്ലാതിരിക്കുക. അവൾ എവിടെ പോയി എന്തു പറ്റിയെന്ന് അറിയത്തില്ലാതെ. അപ്പോഴാണ് അവള് എരിപൊരി കയറ്റിക്കൊണ്ട് വരുന്നത്. ചന്ദ്രേ, ഞാൻ എരിപൊരി കയറ്റിയതല്ല, ഉള്ള കാര്യം പറഞ്ഞേ. സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞ. നീ എന്താ കുഞ്ഞു കൊച്ചാണോ? നീ ലോകത്തിലൊന്നും അല്ലേ ജീവിക്കണേ? ഡെയിലി നമ്മള് പത്രത്തിനകത്ത് ന്യൂസിനകത്ത് കാണുന്ന ഓരോ കാഴ്ചകളും വാർത്തകളൊക്കെ നീ അറിയാറില്ലേന്ന് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഇത് മാത്രമേ ഒരു മാർഗമുള്ളൂ. ഒരു കാര്യം ചെയ്യാം, നീ വിളിച്ചു നോക്ക് സുധീനെ ഒന്നും കൂടെ. ഇനിയിപ്പം അവര് വരുവാണെങ്കിൽ, അവള് വരുവാണെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരാം. ഞാൻ പോയേക്കോന്ന് പറയണം. അല്ല നിനക്ക് ഇത്ര പെട്ടെന്ന് പോണോ? പോവാതിരിക്കാൻ പറ്റില്ല, ഞാൻ പോവാ. ഇനി ഇവിടെ ഇരുന്നിട്ട് ഇനി അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാനും കൂടെ സമാധാനം പറയേണ്ടി വരും. ഞാനിങ്ങ് വിടിയില്ല. എല്ലാം നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിച്ചാ. നീ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണമായിരുന്നു. ഒന്നുമല്ലേലും അവിടെ ഇത്രയും ക്യാഷുള്ള വീട്ടിലെ പെൺകുട്ടിയല്ലായിരുന്നോ? അവൾക്കൊരു ദുരന്തം വന്നു കഴിയുമ്പോൾ നീ വേണ്ടായിരുന്നു നോക്കാൻ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതിയെ നന്നായിട്ട് ഭാമ കുറ്റപ്പെടുത്തിയിട്ടാണ് ഭാമ ഇങ്ങോട്ടേക്ക് പോകുന്നത്. ആ സമയം ചന്ദ്രമതി തലയ്ക്ക് കൈ കൊടുത്തിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭഗവാനെ, താനും കൂടെ പോയി തൂങ്ങേണ്ട വരുമല്ലോ. അങ്ങനെയൊന്നും വരില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഉള്ള നേർച്ചകളും വഴിപാടുകളും എല്ലാം മനസ്സിൽ നേരുവാണ് ചന്ദ്രമതി. ഈ സമയം സച്ചിയും രേവതിയും സുധിയും കൂടെ പോവാണ്. അപ്പൊ പോകുന്ന വഴിക്ക് സച്ചിയാണെങ്കിലും അവരെല്ലാം പുറത്തൂടെയൊക്കെ നോക്കുന്നുണ്ട് അവിടെ എല്ലാം ഉണ്ടോന്ന്. കുറെ ദൂരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി സുധിയോട് പറഞ്ഞു, നീ ഇങ്ങനെ ഈ വണ്ടിക്കകത്ത് കയറി നിന്നിട്ട് കാര്യമില്ല. നീ ഇറങ്ങി പുറത്തിറങ്ങി അവിടെ ചോദിക്കണം. നിന്റെ ഭാര്യനെ അങ്ങനെ കണ്ടോന്ന് ചോദിക്കാൻ പറയണം. പുറത്തിറങ്ങി ഞാൻ എന്ത് ചോദിക്കാനാ? എന്ത് ചോദിക്കാനാന്നോ? എൻ്റെ ഭാര്യയെ വീട് വിട്ടു പോയായിരുന്നു. ഞാൻ ജോലിക്ക് പോകാന്ന് പറഞ്ഞ് പാർക്കിൽ പോയിരുന്നു. അപ്പൊ അതിന് പിണങ്ങി അവൻ്റെ ഭാര്യ പുറത്തിറങ്ങി. അപ്പൊ പുറത്തിറങ്ങിയിട്ട് ഇതുവരായിട്ടും കണ്ടു കിട്ടിയിട്ടില്ല. അവൾ ഇവിടെ ഉണ്ടോന്ന് അന്വേഷിച്ച് വന്ന അങ്ങനെ എന്ന് പറയണം. സച്ചി ദേഷ്യപ്പെട്ടാ പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുധിക്ക് മനസ്സിലായി സച്ചി തന്നെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞാന്നുള്ള കാര്യം. പെട്ടെന്ന് സുധി പറഞ്ഞു, ഓഹോ, അപ്പൊ ഞാൻ ഈ വണ്ടിക്കകത്തിരിക്കുന്ന നിനക്ക് ബുദ്ധിമുട്ടല്ലേ? ആയിക്കോട്ടെ, ഞാൻ അങ്ങോട്ട് ഇറങ്ങി തന്നേക്കാന്ന് പറയണം. രേവതി പെട്ടെന്ന് സച്ചിയോട് വന്നു, സച്ചിയാണ് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ? മര്യാദയ്ക്ക് പറഞ്ഞാൽ പോലെന്ന് ചോദിക്കും. പിന്നെ ദേഷ്യപ്പെടാതെ ഇവനോട് ഇങ്ങനെയൊന്നും അല്ലാതെ പിന്നെ ഞാൻ എന്താ പറയണ്ടേ? അവന്റെ ഭാര്യനെ കാണുന്നില്ല, അവൻ വണ്ടിക്കകത്ത് കയറി സൂചിച്ചിരിക്കുക. അന്ന് ഇറങ്ങി 4 മനുഷ്യന്മാരോട് ചോദിക്കണ്ടേ? കുമാരപുരത്തേക്ക് അങ്ങാണ്ട് അവള് ബസ് അന്വേഷിച്ചിട്ടുണ്ടെന്ന് പറയുന്നട്ടെ. ഇത് കുമാരപുരം എത്തി. ഇനിയിപ്പോ എവിടെയാ എന്നും പോയി ചോദിക്കാനുള്ളതിന് വല്ല കാര്യമുണ്ടോ? വണ്ടിക്കകത്ത് കയറി തന്നെ ഇങ്ങനെ നോക്കി വന്നിട്ട് കാര്യമുണ്ടോ? ആ ഫോട്ടോയെ കാണിച്ചൊന്ന് ചോദിക്കണ്ടേന്ന് ചോദിക്കാം. അവസാനം
ശ്രുതി വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങി. ഞാൻ ഈ വണ്ടിക്കകത്ത് ഇരിക്കുന്നില്ല, വണ്ടിക്കകത്ത് നിങ്ങളുടെ കൂടെ പോന്നിട്ടല്ലേ കാര്യം, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് അങ്ങ് ഇറങ്ങണം. രേവതി പറഞ്ഞു, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, ഇങ്ങനെ പോയിട്ട് എന്താ കാര്യമുള്ളതെന്ന് ചോദിക്കുക. സച്ചി പറഞ്ഞു, അവനെ എങ്ങോട്ട് പോകാനായിട്ടാ, അവൻ്റെ ഒരു 5 പൈസ ഉണ്ടോ? ഇവിടെ ഇറക്കി വിട്ടോണ്ട് അവൻ ഇവിടെ തന്നെ നിൽക്കത്തുള്ളൂ. അവന് വീട്ടിലേക്ക് വരാനുള്ള പൈസ ഉണ്ടെങ്കിൽ അവൻ പോരത്തുള്ളൂ. എന്നിട്ട് അവൻ്റെ അഹങ്കാരത്തിനൊരു കുറവില്ലെന്ന് പറയാം. ആ സമയം ശ്രുതി പറഞ്ഞു, നിന്റെ കൂടെ ഞാൻ വരുന്നില്ല, നിന്റെ കൂടെ വന്നാലല്ല നീ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുള്ളൂ ചോദിക്കുക. രേവതി പറഞ്ഞു, ഒന്നും മിണ്ടായിരിക്കും സച്ചേട്ടാ, ഇവിടെ എവിടെയെങ്കിലും ഒന്നുണ്ടോ എന്നൊന്ന് അന്വേഷിക്കാം. ഇനിയിപ്പോൾ ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇപ്പം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ശ്രുതിയെ കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നീട് സച്ചി എന്ത് ചെയ്യണം, ശ്രുതിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിന്റെ ഫോണിനകത്ത് ഫോട്ടോ ഉണ്ടല്ലോ, അതൊക്കെ ആരെങ്കിലും കാണിച്ചു നോക്കാൻ പറയണം. അങ്ങനെ ശ്രുതി ഫോണിനകത്തുള്ള ഫോട്ടോ എടുത്ത് അവിടെയുള്ള ചേട്ടന്മാരോടൊക്കെ ചോദിക്കണം, ആരെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ്. പക്ഷേ എങ്കിൽ അവർക്കാർക്കും അങ്ങനെ ഒന്നും അറിയത്തില്ലായിരുന്നു. ഈ സമയത്ത് പെട്ടെന്നൊരു ബോൾ വന്ന് ആ കാറിന്റെ മീതയിലേക്ക് വീഴുകയാണ്. ഒരു നിമിഷം രണ്ടുപേരും ഞെട്ടിപ്പോയി. ഇത് ആരെ പോലും ഈ ബോൾ എറിയണേന്ന് ഓർത്തോണ്ട് അങ്ങനെ ആ ബോളിന്റെ പുറകെ നേരെ ആദിയാണ് ഓടിച്ചെല്ലുന്നത്. ആദിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ദേവതയോട്, അയ്യോ ഇത് ആദിക്കൂട്ടമല്ലേന്ന് ചോദിക്കണം. ആദി എന്ന് പറഞ്ഞാൽ ചെല്ലണം. ആഹാ ദേവതയാൻ്റെയോ എന്ന് ചോദിക്കണം. അല്ല മോനെന്താ ഇവിടെ? ഞാനേ ക്രിക്കറ്റ് കളിക്കാൻ വന്നാന്ന് പറയണം. പെട്ടെന്ന് സച്ചി അതിന് കോരി എടുത്തു. ആഹാ നീ കൊള്ളാലോടെ ആട്, നീ എന്താ ഇവിടെ കിടന്ന് കളിക്കണമെന്ന് ചോദിക്കാം. അതെ ഇതെന്റെ വീടിന്റെ സ്ഥലമാന്ന് പറയണം. ആണോ? ആഹാ അത് കൊള്ളാലോ. എന്നിട്ട് എന്താ അമ്മ എന്തിയെന്ന് ചോദിക്കണം. അമ്മൂമ്മ എന്തിയെന്ന്? അമ്മൂമ്മ വീട്ടിലുണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് രേവതി ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവിടെ വിമലാൻ്റെ അടുത്തുനിന്ന് പോയി നോക്കാം. ഒരു പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും വിമലാൻ്റിക്ക് അറിയാമായിരിക്കുമോ, ശ്രുതിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയായിരിക്കുമല്ലോ, നമുക്കൊന്ന് പോയി ചോദിച്ചു നോക്കാന്ന് പറയണം. ശരി എന്നാ അങ്ങനെ പോകാന്ന് പറയണം. പിന്നീട് ശ്രുതിനെയും കയറ്റിക്കൊണ്ട് അവരങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുവാണ് ശ്രുതി വിമലയുടെ അടുത്ത്. വിമല പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്യാം, നീ വീട്ടിലേക്ക് തിരികെ പോകാൻ പറയാം. ഞാൻ എങ്ങനെ തിരികെ പോകാനാ അമ്മേ? എനിക്ക് എങ്ങനെ പോകാൻ പറ്റും? എനിക്ക് ശ്രുതിനെ കുറിച്ച് ഓർക്കുമ്പോൾ കട്ട കലിപ്പ് വരുമോന്ന് പറയണം. നീ ഒരു കാര്യം ഓർത്തു വയ്ക്കേ, നീ അതിനേക്കാളും വലിയ തെറ്റല്ലേ ചെയ്തിരിക്കുന്നേ. ഒരു പക്ഷെ നീ ചെയ്ത തെറ്റുകളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും അവന്റെ മാനസികാവസ്ഥ എന്താ നീ വിചാരിച്ചിട്ടുണ്ടോ? അത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നിസ്സാരമായിട്ടുള്ള കാര്യമല്ലേ. അമ്മയ്ക്ക് നിസ്സാരമായിരിക്കും, പക്ഷെ അങ്ങനെയൊന്നും അല്ല, എന്നെ സംബന്ധിച്ചത് വലിയ കാര്യം തന്നെയാന്ന് പറയാം. ശ്രുതിക്ക് ആ കാര്യങ്ങളൊക്കെ എന്നോട് തുറന്നു പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം? അതെ എല്ലാ കാര്യങ്ങളൊന്നും ഭർത്താക്കന്മാർ ചിലപ്പോൾ പറഞ്ഞെന്ന് വരത്തില്ല, അത് അവരുടെ സ്വഭാവം അങ്ങനെയാ. എന്നോട് തന്നെ നിന്റെ അച്ഛൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞായിരുന്നോ? ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അച്ഛനെ കുറിച്ച് മിണ്ടരുത്. അച്ഛനും അമ്മയും കൂടെ കാരണം കാണിച്ചു വെച്ചാൽ ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കണേ. ഒരു കിളവൻ എന്നെ കൊണ്ട് കെട്ടിച്ചു കൊടുത്തിട്ട് അയങ്ങേരി ചത്തും പോയി ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ പേരിൽ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിയാക്കല്ലെന്ന് പറയാണ്. മോളെ അങ്ങനെയല്ല പറഞ്ഞേ, അവർ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ അവരുടെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ കള്ളത്തരം പറയണേ. കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ കണ്ടില്ല കേട്ടില്ല നടിച്ചു പോകണം. ഇങ്ങനെയൊക്കെ പിണങ്ങി പോകാൻ തുടങ്ങിയാൽ അതിന് മാത്രമേ സമയം കാണുള്ളൂ. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഇനി അങ്ങോട്ടേക്ക് ഇല്ലെന്ന് പറയാണ്. നീ എന്താ മോളെ പറയണേ? അങ്ങോട്ടേക്ക് പോകുന്നില്ലെന്നോ? പിന്നല്ലാതെ ഞാൻ ഇനി എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നേ? ഞാൻ ഇനി അങ്ങോട്ടേക്ക് പോകത്തില്ല, എനിക്ക് അവിടെ പോയി ജീവിക്കാൻ ഒട്ടും താല്പര്യമില്ല. ശ്രുതി എന്നെ അത്രമാത്രം നാണം കെടുത്തി. ആ രേവതിയുടെ സച്ചിനെയൊക്കെ മുന്നിൽ ഞാൻ ഒന്നും വല്ലാതായി മാറി. ഇനി ഞാൻ ആ മുന്നിൽ അവരുടെ മുന്നിൽ പോയി നാണം കിടണമെന്നാണ് അമ്മ പറയണേ. ഞാനില്ലാന്ന് പറയാണ്. മോളെ നിന്റെ ജീവിതമാ ഇപ്പൊ രണ്ടാമതാ നിന്റെ വിവാഹം കഴിപ്പിച്ചിട്ടിരിക്കുന്നത്. ഇത് നിന്റെ തകർന്നു പോയിട്ടുണ്ടെങ്കിലോ? നീ ഒന്ന് ആലോചിച്ചേക്ക്. എനിക്ക് പ്രായം വരുക, ആദിക്ക് പ്രായം കൂടി വരുക. നീ ഒന്ന് ആലോചിച്ച് നോക്കണം. ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കണം. ഇന്നല്ലെങ്കിൽ നാളെ അവൻ ഓരോ ചോദ്യങ്ങളായിട്ട് ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ ഞാൻ അവനോട് എന്താ മറുപടി കൊടുക്കണ്ടേ? അതുപോലും എനിക്ക് അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ പറയണം. ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട്, ഞാൻ ചായ വെച്ചോട്ടെ. നിൽക്കുക വേണ്ട, എനിക്കൊന്ന് കിടന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി എന്ത് ചെയ്യുവാണ്, ആ ഹാളില് സെറ്റിയിലേക്ക് അങ്ങോട്ട് കിടക്കുവാണ്. ഈ സമയത്ത് പുറത്തൊരു കാർ വന്നിക്ക് ശബ്ദം കേട്ടെ. ആരായിരിക്കുമ്പോഴും കാറിന് വന്നേ എന്ന് കരുതിയിട്ട് ശ്രുതി പെട്ടെന്ന് ജല്ലിക്കൂടെ നോക്കിക്കഴിയുമ്പോഴത്തേനും കാറിനകത്തൊന്ന് സച്ചിൻ രേവതിയും ശ്രുതിയൊക്കെ ഇറങ്ങുന്നുണ്ട്. ഒരു നിമിഷം എന്ത് ചെയ്യണം നടത്തില്ല. തൻ്റെ ചെരുപ്പ് ആ ഫ്രണ്ടിൽ കിടപ്പുണ്ട്. ഓടിപ്പോയി ആ ചെരുപ്പ് എടുത്തോണ്ട് ശ്രുതി നേരെ വിമലയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. വിമലയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഞാൻ ആ പുറത്തേക്ക് ഓടുവാന്ന് പറഞ്ഞ് പുറത്തേക്ക് ഓടുവാണ്. നീ എങ്ങോട്ടാ മോളെ ഓടുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നും പറഞ്ഞുകൊണ്ട് പുറകെ തന്നെ വിമല എല്ലുവാണ്. അപ്പൊ പുറയിലൊരു കുറച്ച് സ്ഥലമുണ്ട്. ആ സ്പേസിൽ പോയി ശ്രുതി നിൽക്കുവാണ്. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അമ്മ ശ്രുതി വന്നിരിക്കുന്നു. ശ്രുതിയോ? പെട്ടെന്ന് മനസ്സിലായില്ല. അമ്മ എന്റെ ഭർത്താവ് ശ്രുതി. അവനെതിരെ ഇങ്ങോട്ട് വന്നേ? എനിക്കറിയത്തില്ല. ഒരു പക്ഷെ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വന്നാണോന്ന് അറിയത്തില്ല. അമ്മ എങ്ങനെയാലും ചെന്നൊന്ന് ഡീൽ ചെയ്യുക. ഞാനിവിടെ ഉണ്ടെന്ന് ഒരു കാരണവശാലും അറിയാൻ പാടില്ല എന്ന് പറയാണ്. ഞാൻ നോക്കട്ടെ, നീ ഇവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആകെപ്പാടൊരു വെപ്രാളത്തോട് കൂടിയിട്ട് വിമല അകത്തേക്ക് കയറി വരുവാണ്. അപ്പോഴേക്കും
അവൻ ആദ്യക്കൂട്ടൻ എന്ത് ചെയ്യാണ്, സച്ചിയുടെ കൈയും പിടിച്ചുകൊണ്ട് വാ അങ്കിളെ എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് ഏറ്റിക്കൊണ്ട് വരികയാണ്. അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒന്നും അറിയത്തില്ലാത്ത പട്ടി വിമല എന്നിട്ട് ചോദിച്ചു, അല്ല ഇതാര്? രേവതി സച്ചിയൊക്കെ ബാ വന്നിരിക്കാനൊക്കെ പറയാണ്. അല്ല എന്ത് പറ്റി രണ്ടുപേരും കൂടെ? അപ്പോഴേക്കും പറഞ്ഞു, രേവതി പറഞ്ഞു, ഞങ്ങള് ഈ വഴിക്കൊന്നും വരേണ്ടതായിട്ട് വന്നു ആൻറ്റി എന്ന് പറയണം. കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. ആ സമയം സച്ചി പറഞ്ഞു, എന്ത് ചെയ്യാനാ എൻ്റെ ആൻറ്റി, ഒന്നും പറയണ്ട, ഈ നിൽക്കുന്നവനെ കണ്ടോന്ന് ചോദിക്കുകയാണ്. എവിടെയോ കണ്ടു മറന്ന പോലെ ഒരു മുഖം എന്ന് പറയണ. ആ ഇതെന്റെ ചേട്ടനാണ്, പേര് സുധി, അവന്റെ ഭാര്യ എങ്ങോട്ടോ ഇറങ്ങിപ്പോയി, അപ്പൊ അത് അന്വേഷിച്ച് വന്നിരിക്കുവാന്ന് പറയാണ്. ഇത് കേട്ടപ്പം വിമലയ്ക്ക് പെട്ടെന്ന് എന്ത് മറുപടി പറയാനെന്ന് അറിയത്തില്ല. വിമല ചോദിച്ചു, എന്ത് പറ്റിയാന്ന് ചോദിക്കുകയാണ്. എന്ത് പറ്റാനെന്ന് പറ, ഇവന് ജോലി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ നൈസായിട്ട് അവളെ അങ്ങോട്ട് പറ്റിച്ചു. അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഇപ്പൊ ഏത് വഴിക്ക് പോയെന്ന് അറിയത്തില്ല. അല്ല നിങ്ങൾ ഇങ്ങോട്ട് വരാൻ കാരണം എന്താ? അവിടെ ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ടായിരുന്നു, അപ്പൊ അവിടെ അന്വേഷിച്ച് കഴിയുമ്പോൾ കുമാരപുരത്തേക്ക് ബസ് അന്വേഷിച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേന്ന്. ഇത് കേട്ട് പുറത്തു നിന്ന് ശ്രുതി ഒരു ഞെട്ടുവാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് ഇവര് വന്നിരിക്കുന്നത്. ദൈവമേ, സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ, അങ്ങനെയൊന്നും ആയിരിക്കരുതെന്ന് വിചാരിക്കുവാണ്. പെട്ടെന്ന് തന്നെ സുധീനെ നോക്കിയിട്ടറിഞ്ഞു, മരുമോൻ എന്ന് മരുമോൻ പറയാനായിട്ടങ്ങ് വന്ന. പെട്ടെന്നാണ് മരുമോൻ എന്നുള്ള. ദൈവമേ, ഇവരെങ്ങാനും കേട്ടാ എന്ത് വിചാരിക്കും. പെട്ടെന്ന് പറഞ്ഞു, മോൻ കയറി വാ എന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ അകത്ത് കഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചു, ചായയാണോ കാപ്പിയാണോ വേണ്ടതെന്ന് ചോദിക്കുക. രേവതി പറഞ്ഞു, ചായയും കാപ്പിയും ഒന്നും വേണ്ടെന്ന് പറയണം. പെട്ടെന്ന് തന്നെ വിമല എന്ത് ചെയ്യണം, നേരെ അടുക്കള വഴി ശ്രുതി നിൽക്കുന്നിടത്തേക്ക് ചെല്ലുവാണ്. എന്നിട്ട് പറഞ്ഞു, ദേ അവര് വന്നിട്ടുണ്ട്, നിന്നെ അന്വേഷിച്ച് തന്നെ വന്നിരിക്കുന്നു പറയാം, പക്ഷെ നീ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിയില്ലെന്ന് പറയാം. അത് ശ്രുതിക്ക് ചായയാണോ കാപ്പിയാണോ ഇഷ്ടം എന്ന് ചോദിക്കണം. ദേ അമ്മ ചായയും കാപ്പിയൊന്നും എടുക്കണ്ട, അമ്മ എത്രയും പെട്ടെന്ന് അവരെ പറഞ്ഞുവിട്. അല്ല ആദ്യമായിട്ട് മരുമം വീട്ടിൽ വരുന്നതല്ലേ, അമ്മ സലക്കരിക്കാനുള്ള സമയമാണോ ഇത്? മനുഷ്യർ ഇവിടെ മുള്ളുമേലാ നിൽക്കുന്നേ, ഒന്ന് പറഞ്ഞു വിടുന്നുണ്ടോ എന്ന് ചോദിക്കുക. ശരി, എങ്ങനെയല്ലോ ഒന്ന് പറഞ്ഞു വിടും, ഒന്ന് ഒഴിവാക്കി വിടുന്നു പറയണം. അങ്ങനെ പെട്ടെന്ന് തന്നെ വിമല ഹാളിലേക്ക് വരുവാണ്. ഹാളിലേക്ക് വന്നു കഴിഞ്ഞപ്പം രേവതി പറഞ്ഞു, അല്ല ആൻറ്റി, ഞങ്ങളെ ഫോട്ടോ കാണിക്കാം. ആൻറ്റിക്ക് പരിചയം ഉണ്ടായിരിക്കും, ചിലപ്പോൾ അന്ന് കണ്ടുകൊണ്ട് ആൻറ്റി ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് ഫോട്ടോ. പിന്നീട് സുധിയോട് ആ ഫോട്ടോ കാണിക്കാൻ പറയണം. ആ സുധിയെ ഫോട്ടോ കാണിച്ചിട്ട് ചോദിച്ചു, പരിചയം ഉണ്ടോയെന്ന് ചോദിക്കണം. ഞാൻ അന്ന് ജസ്റ്റ് ഒന്ന് കണ്ടതാണ്, പിന്നെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഈ പെൺകുട്ടിയുടെ ഇവിടെ എങ്ങും അല്ല, ഈ പെൺകുട്ടിനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് പറയാം. അങ്ങനെയല്ലേ പറയാനായിട്ട് പറ്റുള്ളൂ. ആ സമയത്താണ് ആദിയുടെ ചോദ്യം, അല്ല ആൻറ്റി എന്തി അമ്മേന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് രേവതി ചോദിച്ചു, ആൻറ്റിയോ? ഏതാൻറ്റിയാ? അവിടെ ആൻറ്റി ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ടപ്പം എന്ത് മറുപടി പറയണം വിമലയ്ക്ക്. വിമല ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു. പെട്ടെന്ന് വിമല പറഞ്ഞു, അത് അടുത്ത വീട്ടിൽ ആ പെങ്കൊച്ചിൻ്റെ കാര്യം പറഞ്ഞേ, അവൾ വന്നിട്ട് പോയല്ലോ എന്ന് പറയണം. അയ്യോ, ആ ആൻറ്റിയുടെ കാര്യമല്ല പറഞ്ഞേ, കല്യാണി ആൻറ്റിയുടെ കാര്യം പറഞ്ഞെന്ന് പറയണം. കല്യാണി എന്നുള്ള പേര് അവർക്ക് അറിയത്തില്ല, അവർക്ക് ശ്രുതി എന്ന് മാത്രമല്ല അറിയത്തുള്ളൂ. കല്യാണി എന്ന് വേറൊരു പേരും കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഈ പറയുന്ന വിമലയ്ക്ക് അറിയത്തുള്ളൂ. കല്യാണി ആൻറ്റിയൊക്കെ ഉണ്ട്, നീ ഇങ്ങോട്ട് വന്നേ, നീ എന്താ ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് താസം പറയാതെ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞുകൊണ്ട് അവൻ അങ്ങോട്ട് മാറ്റിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. ഇനി ഇവന്റെ വായിന്ന് എന്താ വീഴുന്നതെന്ന് പറയാൻ പറ്റില്ല. പെട്ടെന്ന് രേവതി ചോദിച്ചു, ആരെക്കുറിച്ച് ഇവൻ പറയണമെന്ന് ചോദിക്കോ? ഇവൻ അടുത്ത വീട്ടിലെ കൊച്ചിനെ കാര്യം കുറിച്ച് പറയണ. ഇവൻ അങ്ങനെയാ, ഇടയ്ക്കിടയ്ക്കുമ്പോൾ എല്ലാവരെ കുറിച്ചും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറയണം. ഈ സമയം സച്ചി പറഞ്ഞു, അന്ന് നമുക്ക് ഇറങ്ങിയാലോ രേവതി എന്ന് ചോദിക്കുകയാണ്. അല്ല ഫോട്ടോ കണ്ടിട്ട് മനസ്സിലായല്ലോ, ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് കാര്യമില്ലോ എന്ന് പറയാണ്. ശ്രുതി പറഞ്ഞു, എന്ത് ചെയ്യാനാ, എനിക്കിനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് കരയുവാണ്. ഈ കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാട് ടെൻഷനായിപ്പോയി. വിമലയ്ക്കാണെങ്കിലും പുറത്ത് നിന്ന് ശ്രുതിക്കാണെങ്കിലും. കാരണം ശ്രുതിയുടെ പിടിവിട്ടെന്ന് ശ്രുതിക്ക് മനസ്സിലായി. കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് ഇത്രയും ഫലിപ്പിച്ചു വെച്ചിരിക്കുന്നേ. അപ്പം ശ്രുതിക്കയുടെ മനസ്സിൽ ഇത്ര വേദന ഉണ്ടായിരുന്നോ എന്നൊക്കെ ഒരു തിരിച്ചറിവ് ഉണ്ടായിരുന്നു ശ്രുതിക്ക്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.